നാം പല സാഹചര്യങ്ങളിലൂടെ നടുവിലും ഒരുപക്ഷെ കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, ശുശ്രൂഷ മേഖലകളിലാകാം, പലരും നമ്മെ വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ്, കഴിവില്ലെന്ന് പറഞ്ഞ്, ശുശ്രൂഷയില്ലെന്ന് പറഞ്ഞ്, യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മെ മാറ്റി നിർത്തുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്കുള്ള സന്ദേശമാണ് അവഗണിക്കുന്നവനെ പരിഗണിക്കുന്ന ഒരു ദൈവം, മാറ്റി നിർത്തുന്നവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമുക്കൊരു കുറിവാക്യം വായിക്കാം. സങ്കീർത്തനം 119 സങ്കീർത്തനം അതിൻ്റെ 22, 23 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വാക്യം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് ഇത് വാക്യത്തിൽ പറയുന്നത്. യേശുക്രിസ്തുവിനെ ഇസ്രായേൽ ജനം തള്ളിക്കളയുവാനിടയായി തീർന്നു. കാരണം ഇസ്രായേൽ ജനം അവരാഗ്രഹിച്ച രീതിയിലല്ല യേശുവിനെ കാണുവാനിടയായി തീർന്നത്. ഇസ്രായേൽ ജനം ഒരു മശിഹയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ഒരു രാജാവായി അവരെ ഭരിക്കുന്ന, ഒരു രാജാവായി അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശുക്രിസ്തുവിനെ കണ്ടത്. എന്നാൽ യേശുക്രിസ്തു അവർ ഭരിക്കുന്ന ഒരു രാജാവായിട്ടല്ല വന്നത്, സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കടന്നു വരുവാനിടയായി തീർന്നത്. സകല ജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷമെന്നാണ് സുവിശേഷങ്ങളിൽ കാണുവാനിടയായിത്തീരുന്നത്. അപ്പോൾ സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന യേശുക്രിസ്തുവിനെ ഇസ്രായേൽ ജനത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യേശു കർത്താവ് ജാതികളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ നാം യേശുവിനെ അറിയാനിടയായിത്തീർന്നത് നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല. ഒരു യോഗ്യതയും കഴിവില്ലാത്ത നമ്മെ സർവശക്തനായ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവം കാണുവാനിടയായിത്തീർന്നു. അതാണ് നമ്മെ യോഗ്യരാക്കി ശ്രേഷ്ഠരാക്കി തീർക്കുവാനിടയായിത്തീർന്നത്. തിരുവചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പലരെയും പരിഗണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 ശമൂവേൽ 16 അധ്യായം അതിൻ്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്ത ശൗലിനെ സർവശക്തനായ ദൈവം തള്ളിക്കളഞ്ഞു. ശമൂവേലിനോട് ദൈവം പറയുവാനിടയായി തീർന്നു: കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെ ശമൂവേൽ അവിടുന്ന് യാത്ര തിരിപ്പാനിടയായി തീർന്നു. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ അവിടേക്ക് എത്തിയപ്പോൾ, ബേത്ലഹേമിലേക്ക് എത്തിയപ്പോൾ, അവിടുത്തെ മൂപ്പന്മാർ ശമൂവേലിൻ്റെ വരവിങ്കൽ ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നു. മൂപ്പന്മാർ അവൻ്റെ വരവിങ്കൽ വിറയ്ക്കുവാനിടയായി തീർന്നു. അതിൻ്റെ കാര്യം, തൻ്റെ വണ്ണമോ പൊക്കമോ ഒന്നുമല്ല തൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. ഈ പകൽ അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര വലിയ വ്യക്തി വന്നാലും, എത്ര ഉന്നതന്മാർ കടന്നു വന്നാലും, അവരുടെ മുമ്പിൽ അഭിഷേകമുള്ളവൻ കടന്നു വരുമ്പോൾ, അഭിഷേകമുള്ള വ്യക്തി കടന്നു വരുമ്പോൾ മാനിക്കപ്പെടുവാനിടയായിത്തീരും. അഭിഷേകമുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ എഴുന്നേൽക്കുവാനിടയായിത്തീരും. അപ്പോൾ ഈ ശമൂവേലിനെ കണ്ടപ്പോൾ അവിടുത്തെ മൂപ്പന്മാർ അവരുടെ വരവെങ്കിൽ എഴുന്നേറ്റു. ഈ ശമൂവേൽ കടന്നു വരുന്നത് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ സർവശക്തനായ ദൈവം യഹോവ ശമൂവേലിനോട് പറയുവാനിടയായി തീർന്നു: നീ
അവൻ്റെ ഭവനത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനിലൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശൗമേൽ ദാവീദിൻ്റെ കുടുംബത്തിലുള്ള സഹോദരങ്ങളെ എല്ലാം വിളിച്ചു വരുത്തുവാനിടയായി തീർന്നു. 7 പുത്രന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ശൗമേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാവരുമായോ? അപ്പോൾ സഹോദരന്മാർ പറയുന്നുണ്ട്, ഇനിയും എൻ്റെ സഹോദരങ്ങൾ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു. അപ്പോൾ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ ദാവീദിന് ഒരു വിലയുമില്ല, ഒരു യോഗ്യതയുമില്ല, ഒരു കഴിവുമില്ല, ഒന്നുമില്ലാത്തവനായിട്ടാണ് സഹോദരങ്ങൾ ദാവീദിനെ കാണുവാനിടയായി തീർന്നത്. എന്നാൽ ശൗമേൽ പറയുവാനിടയായി തീർന്നു, അവനെ വിളിച്ചു വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആരുടെ മുമ്പിൽ നമ്മളെ കഴിവില്ലാത്തവരായി, സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പലരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ, ദൈവം മുന്നമേ കണ്ടവനെ, ദൈവം മാന്യനാക്കാൻ നിയമിച്ചിരിക്കുന്ന വ്യക്തിയെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തിയെ ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ അവൻ വിളിച്ചുകൊണ്ട് വരുത്തി മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ പലരുടെ മുമ്പിൽ നമ്മൾ ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടേക്കാം, തള്ളപ്പെട്ട് വ്യക്തിയാക്കി ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്നേഹിതരെ, കൂട്ടുകാരെ, ദൈവത്തിന് ഒരു തക്ക സമയം ഉണ്ട് നമ്മെ മാനിപ്പാൻ. ഈ ദാവീദിനെ വിളിച്ചു വരുത്തി സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. ആര് തന്നെ തള്ളിക്കളഞ്ഞോ, ആര് തന്നെ ഒറ്റപ്പെടുത്തിയോ, ആര് തന്നെ മാറ്റി നിർത്തിയോ, അവരുടെ മുൻപിൽ വെച്ച് തന്നെ സർവശക്തനായ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നൊരു ദൈവമാണ്. ഇന്ന് പകൽ മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരന്മാരെ, ആരുടെയെങ്കിലും മുമ്പിൽ നമ്മളെ മാറ്റി നിർത്തിയോ, നമ്മെ ഒറ്റപ്പെടുത്തിയോ, നമ്മളെ തള്ളിക്കളഞ്ഞോ, കഴിവില്ലാത്തവരായി നമ്മളെ മാറ്റി നിർത്തിയോ, നിങ്ങൾക്കുള്ള സന്ദേശം, നമ്മെ ചേർത്ത് പിടിക്കുന്ന, അവഗണിക്കുന്നവനെ പരിഗണിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.